Hello guys, welcome back to my channel. It's me Lebens vlog. നിങ്ങളെല്ലാവരും പാവ് ബജ്ജി കഴിച്ചിട്ടുള്ളവരല്ലേ? അപ്പോൾ നിങ്ങൾ ഇതുവരെ പാവ് ബൻ കഴിച്ചിട്ടുണ്ടോ? എന്നെ ഇതൊന്ന് ട്രൈ ആക്കി. അടിപൊളി റെസിപ്പിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പാർട്ടീസിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ട്രൈ ആക്കി കൊണ്ടുപോകാൻ പറ്റിയ റെസിപ്പിയാണ്. അവിടെ പോയി നിങ്ങൾക്ക് സ്റ്റാറും പറ്റിയ റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഫുൾ കണ്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുത്. നമുക്ക് കുബൂസിലോട്ടേക്ക് പോകാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് 1 ടീസ്പൂൺ പഞ്ചസാര പിന്നെ കുറച്ച് വാം വാട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് അല്ലെങ്കിൽ ചെറു ചൂടുള്ള പാലോ വെള്ളമോ ഏത് വേണമെങ്കിലും യൂസ് ആക്കാം. ഇതൊരു 5 മിനിറ്റ് ഒന്ന് മാറ്റി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ഒരു ടൈമിൽ നമുക്ക് വേറൊരു ബൗളിലേക്ക് 3 കപ്പ് മൈദപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച് നമ്മൾ മിക്സ്ചർ ഇട്ട് ഒന്ന് നീഡ് ചെയ്തെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാം. പിന്നെ എല്ലാം ഒന്ന് കുഴച്ചിട്ട് ഇതേപോലെ ഒന്ന് ഓയിൽ തടവി ഒന്ന് ഡബിൾ സൈസ് ആകാൻ വെക്കാം. ഡബിൾ സൈസ് ആയാൽ ഇതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞ് ഒന്നും കൂടി ഒന്ന് കുഴച്ചിട്ട് ഒന്ന് 15 മിനിറ്റ് മാറ്റി വെക്കാം. ഈ ഒരു ടൈമിൽ ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെള്ളം ഞാൻ ആറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും പിന്നെ 1 ടീസ്പൂൺ സോയ സോസും ഉപ്പ് ആഡ് ചെയ്യാം. സോയ സോസ് ഇല്ലെങ്കിൽ ഓപ്ഷനിലാണെന്ന് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. എല്ലാം കൂടി ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 5 to 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സാക്കി മാറ്റി വെക്കാം. പിന്നെ ഒരു മുട്ട ബീറ്റ് ചെയ്ത് അതിലേക്ക് ചിക്കൻ ഒന്ന് ഡിപ്പ് ചെയ്ത് പിന്നെ നമ്മൾ മൈദപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഇത് അപ്പം തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഓയിലിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വന്നിട്ട് ഒരു ക്യാപ്സിക്കൻ്റെ ഒരു ഫ്ലേവർ അതായത് ആ ഒരു ടേസ്റ്റിലുള്ള ചിക്കനാണ്. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ ഞാൻ അത് ഫ്രൈ ചെയ്യാൻ പറയുന്നത്. ഇതിപ്പോൾ നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ആ ക്രിസ്പിനെസ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് അപ്പം തന്നെ ഫ്രൈ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാരിനേഷൻ ചെയ്തിട്ട് 5 മിനിറ്റ് വെക്കാം. മൈദപ്പൊടി കോട്ടാക്കിയിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്തായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മസാല അല്ലെങ്കിൽ ഈ ഒരു ഫില്ലിങ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് യൂസ് ആക്കാം. ഇതിൽ ചില്ലി ചിക്കൻ്റെ ഫില്ലിങ് യൂസ് ആക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ നിങ്ങളതാ രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫില്ലിങ് വേണമെങ്കിൽ അതും യൂസ് ആക്കാം. അപ്പോൾ ഞാൻ ഈ ചിക്കനിലേക്ക് 5 ടേബിൾ സ്പൂൺ മയോണൈസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ റെഡ് ചില്ലി ഇല്ല, ഗ്രീൻ ചില്ലി ഉണ്ടായതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വെക്കാം. ഈ ഒരു ചിക്കൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ആ ഒരു ബൗളിലേക്ക് 2 വലിയ ക്യാരറ്റും പിന്നെ ഒരു ക്യാബേജും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അത് മാറ്റി വെക്കാം. പിന്നെ കുക്കുംബർ ഞാൻ ക്യാബേജിലേക്ക് ഇട്ടാൽ വെള്ളം വരുന്ന വെച്ച് ഞാനത് ലാസ്റ്റ് ഇടാൻ. അപ്പോൾ നമ്മൾ ഡോ ഇവിടെ ഡബിൾ സൈസ് ആക്കി നന്നായിട്ടൊന്ന് മൈദപ്പൊടി ഇട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിന് മുകളിലേക്ക് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ക്ലോസ് ആക്കിയിട്ട് നമ്മൾ ചപ്പാത്തിക്കോലിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ടാകുമ്പോൾ ഇതൊരു സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൽ ബട്ടർ പേപ്പർ ഒഴിച്ച് ഒരു 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കുക. അപ്പം നമ്മൾ 15 മിനിറ്റിന് ശേഷം നമ്മൾ ബട്ടർ പേപ്പർ നന്നായി ചൂട് ആറിയതിന് ശേഷം മാത്രമേ കുബൂസ് ബട്ടർ പേപ്പറിൽ നിന്നും എടുക്കാൻ പാടുള്ളൂ. എന്നിട്ടാകുമ്പോൾ ഇതേപോലെ ഒന്ന് ഒലർത്തി കൊടുക്കുക, ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ഷവർമക്കൊക്കെ ചെയ്യുന്നത് പോലെ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഫുള്ളൊന്ന് മയോണൈസ് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ക്യാബേജ് ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചിക്കൻ മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കുംബർ ഉണ്ട് അതും ഇട്ട് കൊടുക്കാം. മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒന്നും കൂടി സോസും മയോണൈസും കൂടി ലൈൻസ് വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഫില്ലിങ് യൂസ് ആക്കിയിട്ട് എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ റെസിപ്പി ഇവിടെ
റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.